വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് പോകുന്നത് അതിരപ്പള്ളിയിലെ വിശേഷങ്ങളിലേക്കാണ്. ഈ കാണുന്ന പുഴയുണ്ടല്ലോ, നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പാലത്തിൻ്റെ താഴ്വശത്തുള്ള വ്യൂസാണിത്. വെള്ളം കൂടിയ സമയത്ത് ഇവിടെ ഫുൾ വെള്ളമായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു, നോർമൽ രീതിയിലായപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു വ്യൂസ് കാണാൻ വേണ്ടിയിട്ടും സമയം കളയാൻ വേണ്ടിയിട്ടും ഒക്കെ പാലത്തുമേലുണ്ട് കേട്ടോ. വെള്ളം കുറഞ്ഞെന്ന് കരുതി ഒഴുക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ എന്തായാലും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പാലത്തിൽ നിന്ന് ചൂണ്ടയിടാനും വേറെ ആൾക്കാർ. അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിരപ്പള്ളിയിൽ കയറി കാണാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണ് ഗൈസ്. കസിൻസ് ആണ് കൂടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാനുള്ള എൻട്രി പാസ് ഒക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. അവിടെ നിറയെ പാവകളൊക്കെ വെക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. നമുക്ക് കുറച്ചധികം ഉള്ളിലോട്ട് നടക്കാനുണ്ട് കേട്ടോ. നടന്നു പോകാൻ സുഖമാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കിന് എന്തായാലും ഒന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. അതിരപ്പള്ളിയിലെ വിസിറ്റ് ടൈം ഈ ഒരു ടൈം ആയതിനാലാവാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, ഫോറിനേഴ്സ് സഹിതം. ദേ ഒരു കുരങ്ങച്ചൻ ഞങ്ങളുടെ നേരെ ടെററായി. വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഫോൺ കുരങ്ങ് കൊണ്ടുപോയാലോ എന്ന് കരുതി. ഇതാണ് നമ്മുടെ അതിമനോഹരമായ അതിരപ്പള്ളിയുടെ വ്യൂ. അതും വെള്ളം ഒഴുകി പോകുന്ന വ്യൂ ആണ് കേട്ടോ. നമുക്ക് താഴോട്ട് ഇറങ്ങി ചെന്ന് കാണുന്ന വ്യൂ വേറെയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ശാന്തമായി ഒഴുകുന്ന അതിരപ്പള്ളിയാണ് നമ്മൾ കാണുന്നത്. മഴയാകുമ്പോൾ ഇതിന്റെ മുഖഭാവം തന്നെ മാറും. ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ട് അവിടെ വന്ന് ഈവനിങ് ടൈം ചെലവഴിക്കുന്നുണ്ട്. ഇതാണ് മക്കളെ നമ്മുടെ അതിരപ്പള്ളിയുടെ താഴെ ഭാഗത്ത് ഇറങ്ങി വന്നിട്ടുള്ള വ്യൂ. വെള്ളം കൂടുതലുകൊണ്ടാണ് നമുക്ക് അവിടോട്ട് പാറയുടെ അടുത്തിട്ടൊന്നും പോകാനുള്ള അനുവാദമില്ല കേട്ടോ. അവിടെ കുറേ കയറുകളൊക്കെ വലിച്ചു കെട്ടി അവിടെ വരെ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് പാറയുടെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, നല്ല വെള്ളമാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴോട്ട് ഇറങ്ങി വരുന്നത് ഒരു ടാസ്ക് ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടുത്തെ വ്യൂസ് കാണാനായിട്ട് താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മോൾ ഭാഗത്തേക്ക് തന്നെ കയറി വന്നിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ കുറേ വ്യൂസ് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതിനപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലെ മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിയിട്ട് കാണില്ല കേട്ടോ, ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. ഇവിടുത്തെ വ്യൂസ് നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല നേരിട്ട് വരുന്നതാണ്. അങ്ങനെ ദേ നമ്മുടെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെങ്ങളിൽ ഇരിക്കുന്നുണ്ട്, പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഹൈ പറഞ്ഞേ. അഞ്ചു മണി വരെയുള്ളൂ നമുക്ക് ഇതിലേക്ക് പ്രവേശനം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കിടക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങള് അതിരപ്പള്ളിയുടെ മനോഹാരിതയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ആനക്കുട്ടൻ ഈന്തപ്പനയുടെ പനത്തോട്ടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈന്തപ്പനയല്ല കേട്ടോ, എനിക്കത് തെറ്റുപറ്റിയതാ, എണ്ണപ്പന. ആനതേ നമുക്ക് പോസൊക്കെ തരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ആളവിടെ സൈലന്റ് ആയിട്ട് നിന്ന് എന്തോ കഴിക്കുകയാണ്. അങ്ങനെ ആനക്കുട്ടനെയൊക്കെ കണ്ട് നമ്മളിത് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.